ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. പെർസെൻറ്റേജ് എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്ലസ് ടു സ്റ്റുഡൻസിന് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് പ്ലസ് ടുവിൻ്റെ കേസിൽ എന്ന് പറയുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിൽ നമുക്ക് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അവിടെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രിക്സ് എന്താണ് എന്നൊന്ന് നോക്കാം. ഓക്കെ, സോ പേഴ്സെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ സെന്റ് എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. അപ്പോൾ പേഴ്സെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100ൽ എത്ര എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ 4000ന്റെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ നമ്പർ തന്നെയാണ് എന്നുള്ള ഒരു ബേസിക് അറിവ് നമുക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പോൾ 100% അത് തന്നെയാണ്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 400 എന്ന് കിട്ടും. 1% ആണെങ്കിലോ 1% ആണെങ്കിൽ 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടും. ഓക്കെ, അത് സീറോസിന്റെ കേസിൽ മാത്രമാണോ? അല്ല, സീറോസിന്റെ കേസിൽ മാത്രമല്ല, ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. 934ന്റെ 1% എത്രയാണ്? 1% ആകുമ്പോൾ 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉണ്ട്. ദാറ്റ് മീൻസ് 9.34 എന്ന് കിട്ടും. ആൻഡ് 10% 1 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്. സോ 93.4 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 4000ന്റെ 0.5%, 5%, 22%, 4432ന്റെ 13% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 4000ന്റെ 0.5% എന്ന് പറയുമ്പോൾ നമുക്ക് 1% അറിയാം. 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ 1% എത്രയാണ്? ഇതിൻ്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 40 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടി 20 എന്ന് കിട്ടി. ഓക്കെ, സെറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? 20 എന്ന് കിട്ടിയിട്ടുണ്ട്. 5% ഓഫ് 4000 ആണ്. 4000ന്റെ 10% നമുക്കറിയാം, അല്ലേ? എത്രയാണ് 10%? 1 ഡിജിറ്റ് കഴിഞ്ഞാൽ പോയിന്റ് ഇടുക. ദാറ്റ് മീൻസ് 10% 400 ആണ്. അപ്പോൾ 5% പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടും? 200 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് ഏതാണ്? 22% ഓഫ് 4000 ആണ്. 22% ഓഫ് 4000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. 20% പ്ലസ് 2%. അപ്പോൾ 20% അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 10% പ്ലസ് 10% പ്ലസ് 2% അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 4000ന്റെ 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ്? 400 ആണ്, അല്ലേ? 400 എഗെയിൻ 10% ആണ്. അപ്പോൾ എഗെയിൻ 400 വരും. ആൻഡ് 2%, 1% എത്രയാണ്? 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് 1%. 1% പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ 40 × 2 80. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 880. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്? 13% ഓഫ് 4432 ആണ്. ഇതിൽ ഒരു സീറോസും ഇല്ല, അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? 10% പ്ലസ് 3% എന്നെടുക്കുക. 10% എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് 443.2 എന്ന് കിട്ടും. പ്ലസ് 3% നമുക്ക് 1% എത്രയാണെന്നുള്ളത് നമുക്കറിയാം. 1% എത്രയാണ്? 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 44.32 ആണ്. അപ്പോൾ 3 ഡിജിറ്റ്സ് എങ്ങനെ കിട്ടുക? ഇൻറ്റു 3% എങ്ങനെയാണ് കിട്ടുക? ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ 3 × 2 6, 3 × 3 9, 3 4 12, 3 4 12 13. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 132.96. 6 11 6 7 5. അപ്പോൾ 576.16 എന്ന പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സീറോസ് മാത്രമല്ല ഏത് ഡിജിറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ ഒരു 3% നല്ല 2 ഡിജിറ്റ്സ് ഉള്ള രീതിയിൽ വന്നു കഴിഞ്ഞാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് പെർസെൻറ്റേജ് വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി എക്സാമിന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുത്തു എന്നൊരിക്കലും പറയരുത്. ഓക്കെ, താങ്ക് യു.